ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മലയാള സിനിമയുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുടർന്ന് ഇങ്ങനെ ഓരോ നടന്മാർക്കെതിരെ ദിനം പ്രതി വരുന്ന ലൈംഗിക ആരോപണങ്ങളൊക്കെ തന്നെയാണ്. ഒരു എന്താ പറയാ, നമുക്ക് ഇങ്ങനെ ഈ യൂട്യൂബും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് തന്നെ തുറക്കാൻ പറ്റിയാത്ത അവസ്ഥയായി. കാരണം ട്രോള് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, വീഡിയോസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്താന്ന് പോലും അറിയത്തില്ലാത്ത അവസ്ഥയിലോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ഒരു റിപ്പോർട്ട് വന്നു. റിപ്പോർട്ടിനെ എല്ലാവരും ഭയങ്കരമായിട്ട് അങ്ങോട്ട് സ്വാഗതം ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. എല്ലാവർക്കും ഓക്കെ ആയിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് ലൈംഗികാരോപണങ്ങൾ വന്നതിന് ശേഷം, അതായത് ആദ്യം രഞ്ജിത്തിനെതിരെ വന്നു ഒരു ബംഗാളി നടി. അത് ഓക്കെ, ബംഗാളി നടിയല്ലേ എന്ന് പറഞ്ഞ് വിട്ടാണ്. പിന്നെ ഇതേ കിടക്കുന്നു നമ്മുടെ സിദ്ദിഖെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചെന്നൊക്കെയാ പറയണേ. പക്ഷേ അവിടെ നിന്നില്ല. അപ്പോഴത്തേനും ഈ രണ്ടുപേരും രാജിവെച്ചു തങ്ങളുടേതായിട്ടുള്ള സ്ഥാനങ്ങള്. പിന്നെ അങ്ങോട്ട് ഇതേ കിടക്കുന്ന പൂരപ്പറമ്പിലൊരു ആന പൂരപ്പറമ്പിൽ കയറിയ പോലെയായിരുന്നു. പിന്നീട് അങ്ങോട്ട് നമ്മുടെ മുകേഷിനെതിരെയായി, നമ്മുടെ ജയസൂര്യക്കെതിരെയായി, ഇടവേള ബാബുവിനെതിരെയായി, അതോടൊപ്പം തന്നെ ബാബുരാജ്. അങ്ങനെ ലിസ്റ്റ് ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും നീണ്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ വുമൻസിന്റെ, അതായത് എല്ലാം കഴിഞ്ഞ് നടിമാരുടെ വരെ ഇപ്പൊ വന്നു തുടങ്ങി. ഇത് രേവതി ചേച്ചിക്കെതിരെ വരെ ഇപ്പൊ പറയുന്നുണ്ട്. ഇതൊക്കെ ഉള്ളതാണോ എന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല. കാരണം ഓരോരുത്തരും പറയുന്ന ആരോപണങ്ങൾ മാത്രമാണ് ഇതിൽ കൂടുതലും. പിന്നെ ജയസൂര്യക്കെതിരെ പറയുന്നുണ്ട്. ജയസൂര്യയുടെ എതിരെ ലൈംഗിക ആരോപണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ പുള്ളിക്കാരത്തി ഓരോ സമയത്ത് വാക്ക് മാറ്റുന്ന രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പല നടന്മാർക്കെതിരെ ഓരോരുത്തരും വന്ന് ആരോപണം ചെയ്യുക. ഇത് ഇല്ലാന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാൽ പോലും ഒരു 100% ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ പറയുക, ഇവരുടെ ഒന്നും വാക്കുകളിൽ പല രീതിയിലുള്ള വിരുദ്ധതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ നമുക്ക് പൂർണ്ണമായിട്ടും തെറ്റുകാരാന്ന് പറയാനും പറ്റത്തില്ല. ഇപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ ദിവസത്തെ യൂട്യൂബ് ഓപ്പൺ ആക്കി കിടക്കുന്നു. നമ്മുടെ ലാലേട്ടന്റെ മമ്മൂക്കയുടെ പേര് വരെയാണ് കിടക്കുന്നത്. ലാലേട്ടൻ നയൻതാരനെ പിടിപ്പിച്ചു, അതിലൊരു ഗർഭിണിയായി നയൻതാര. എന്നിട്ട് അത് ഗർഭം അടിച്ചാൻ വേണ്ടി കിടക്കും. കോട്ടയത്ത് ഏതോ ഹോസ്പിറ്റലിൽ പോയി. ഇങ്ങനെയൊക്കെ പറഞ്ഞു. എന്റെ പൊന്നെ, അന്ന് ഇതൊക്കെ പിന്നെ ഇത്രയും സംഭവമൊക്കെ ഉണ്ടായി. ഇതൊക്കെ അന്നേ വാർത്തയാണ്ട കാര്യങ്ങളാ. ഇതിപ്പം ഓൺലൈൻ മീഡിയ എന്ന് പറഞ്ഞിട്ട് എന്തും പറയാന്നുള്ള ഒരു അവസ്ഥയായി. ഇപ്പം മമ്മൂക്കെതിരെയും പറയുന്നുണ്ട്. മമ്മൂക്ക ഇത്തിരി ദേഷ്യവും പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും സ്ത്രീകളോടൊക്കെ വളരെ മാന്യമായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ എന്നാൽ ഈ പറയുന്ന വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓർക്കും, ഈശ്വര, നമ്മുടെ മലയാളത്തിലെ നടന്മാരെല്ലാം ഇത്രയും മോശപ്പെട്ടവരാണോ, അല്ലെങ്കിൽ എല്ലാ പീഡനവീരന്മാരാണോ തോന്നിപ്പോകുന്ന രീതിയിലാണ് ഓരോ വീഡിയോസ് കാണപ്പെടും. ട്രോളിനാണെ പഞ്ഞമില്ല. ട്രോൾ എന്താ പറയാ, സംഭവം കോമഡി രസകരമൊക്കെ ആണെന്ന് പറഞ്ഞാലും മനുഷ്യന് ഒരാളെ, അത് സ്വന്തം അനുഭവം വന്നാലേ അവര് പഠിക്കത്തുള്ളൂ. അത് വേറെ കാര്യം. നമുക്ക് പിന്നെ നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞ പോലെ ഇത് മാധ്യമങ്ങൾക്ക് കിട്ടിയ ഒരു തീറ്റയാണ്. അതുകൊണ്ട് മാക്സിമം അതിനെ അവര് ബൂസ്റ്റ് ചെയ്ത് അവരെടുക്കും. ഇപ്പൊ റിപ്പോർട്ടർ ചാനലൊക്കെ ഇങ്ങനെ താന്ന് കിടന്ന എനിക്ക് 24-നെ പോലും കടത്തി വിട്ടുന്ന രീതിയിലോട്ടാണ് ഇപ്പൊ റിപ്പോർട്ടർ കയറി വരുന്നത്. കാരണം അവരുടെ വാർത്തയ്ക്കകത്ത് ഇത് മാത്രമേ ഉള്ളൂ. ഇതിനെ പിന്നെ കാണാൻ ആൾക്കാരുണ്ടല്ലോ. 24 പിന്നെ അത്രയ്ക്കും വരുന്നില്ല. ഈ ഒരു വാർത്ത അവർ കുറച്ചുകൊണ്ട് അവരുടെ റേറ്റിംഗ് വരും കുറയാൻ സാധ്യതയുണ്ട്. ഏഷ്യാനെറ്റും റിപ്പോർട്ടറോട് മത്സരിച്ച് ഇങ്ങനെ കുന്നു കയറിക്കൊണ്ടിരിക്കുക. അതും ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ആരോപണങ്ങളാണ്. ഇതിപ്പം നടന്മാര് പറയാത്ത കാര്യം വരെ അവരെവിടെയാണെന്ന് അന്വേഷിച്ച് അവരെക്കുറിച്ച് ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവോ. എന്റെ പൊന്നോ, എന്താ ചെയ്യേണ്ടെന്ന് അറിയത്തില്ല. ഇന്നലെ വരെ പോടിച്ച് പറഞ്ഞുകൊണ്ടിരുന്നവരെ ഇന്ന് മൊത്തം ഈ കുറ്റം പറയുന്നത് ഓർക്കണം. അപ്പോൾ ആൾക്കാരുടെ മൈൻഡ് ഓർക്കണം. അവർക്കും നാളെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ലീഗലി തെളിഞ്ഞിട്ടില്ല. നമ്മുടെ നടന്മാരൊക്കെ പറയുന്ന പോലെ തന്നെ ഇതിപ്പം നമ്മുടെ അഖിൽമാരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ സത്യമായിട്ട് വരിക. മറ്റേ മിനുക്കുരി എന്ന് പറയുന്ന ആ ഒരു റേഡിയൊക്കെയാണ് തമിഴിൽ 2 ഏപ്പടം ചെയ്തിട്ടാണ് ഇവിടെ വന്ന് ഈ ഡയലോഗ് മൊത്തം അടിക്കണേ. 2 ഏപ്പടം ചെയ്ത ഇവർക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുറ്റം പറയുന്നതല്ല. അപ്പൊ ഇത്രയും മോശമായിട്ട് തോന്നി എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയൊന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പോയി ആക്ട് ചെയ്യുന്നൊക്കെ. അതിനുശേഷം ക്രിസ്ത്യാനിയായി മുസ്ലിമായി അതൊക്കെ അവരുടെയൊക്കെ കാര്യം, പേഴ്സണൽ ആയിട്ടുള്ള കാര്യം. പിന്നെ ഇവരിങ്ങനെ ഓരോരുത്തരെ കുറിച്ച് പറയുന്നുണ്ടോ, അന്ന് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞ് നമ്മളാരും കേട്ടിട്ടില്ല. ഇങ്ങനത്തെ ഒരു ജയസൂര്യക്കെതിരെ ആരും ഒരു അപവാദം പോലും, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, പേര് പോലും പറഞ്ഞ് അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ല. കാരണം അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നവർക്കെതിരെ ഇന്നൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നു പറഞ്ഞു. ഇതിനു മുമ്പും വാക്കില്ലായിരുന്നു ഇവർക്ക്. ഇതിനു മുമ്പ് ഇവർക്ക് സംസാരിക്കത്തില്ലായിരുന്നോ? ഈ മീഡിയക്കാർ ഇപ്പൊ ഈ വാർത്തയാക്കുന്ന 4 ഇരട്ടി വാർത്ത ജയസൂര്യ ഇപ്പോൾ ഒരു നടന്റെ പേര് വന്നു കഴിഞ്ഞാൽ ഇവർ ആക്കുമായിരുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്റെ പിന്നെ ഇതിപ്പം എന്താ പറയുക, ഇത് കുറച്ച് പേരിന് ഫേമസിന് ചിലപ്പോൾ പണം അടിക്കാനോ എന്ത് ആയിക്കോട്ടെ, സത്യമായിട്ടുള്ള കാര്യമാണേലും മീഡിയക്കാരുടെ പോക്ക് അതിര് കടന്നു പോവുകയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതാണ് മെയിനായിട്ട് പറയാൻ വന്ന കാരണം ഇതിപ്പോ തുറക്കാൻ പറ്റാത്ത അവസ്ഥയായി. ട്രോളായിട്ടും പല രീതിയിലായിട്ടും നമുക്ക് ഇത് തന്നെ കാണാനുള്ളൂ. എവിടെ നോക്കിയാലും
ഇതിനകത്തിപ്പോ സത്യമേതാ അല്ലെങ്കിൽ കള്ളമേതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ടാണ് നീക്കി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെന്തെങ്കിലും ഒരു കടിഞ്ഞാൻ ഇട്ടില്ലെങ്കിൽ മലയാള സിനിമ മൊത്തം പീഡനവീരന്മാരാന്ന് വരെ ഇവർ പറയും. ഇപ്പൊ പൃഥ്വിരാജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടോവിനോ ആയിക്കോട്ടെ, ദുൽഖർ ആയിക്കോട്ടെ, പ്രണവ് ആയിക്കോട്ടെ, ഇവന്മാർക്കെതിരെ ആർക്ക് വേണേലും ഇവര് വന്ന് ഓരോരുത്തരും പറയുന്ന അവസ്ഥയിലോട്ട് പോവാ. നടിമാർക്ക് പോലും രക്ഷയില്ലാത്ത കാര്യത്തിലോട്ടായി പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു പോക്കാണ് പോകുന്നതെങ്കിൽ മലയാള സിനിമ അധികം നാളൊന്നും നല്ല രീതിയിൽ പോവുകയില്ല. പേരുദോഷം മാറ്റി എടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇവർ സത്യം തെളിയിക്കണം. ഇവർ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മുടെ നടന്മാരെല്ലാം മൗനത്തിലാണ്. അതാണ് മെയിൻ പ്രശ്നം. ഇവരൊന്ന് വാതുറന്ന് ഓപ്പണായിട്ട് സംസാരിച്ച് തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ ഇതിൽ പകുതിയും. ഇതിപ്പോ നടിമാരും അല്ലെങ്കിൽ ഈ ആരോപണം ഉന്നയിക്കുന്നവരും മാത്രം വായിട്ടിറക്കുകയും ഈ ആരോപണം ഉന്നയിച്ച നടന്മാരും മറ്റു മെയിൻ ആയിട്ടുള്ള നടന്മാരെല്ലാം സൈലന്റ് ആയിട്ട് പോവുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇവരുടെ വോയിസ് മാത്രം നമ്മളിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കേട്ടോണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ വോയിസ് മാത്രം മുകളിൽ നിൽക്കുന്നത്. ഇതിനെതിരെ സ്ട്രോങ് ആയിട്ട് നമ്മുടെ നടന്മാർക്കോ അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ളവർക്ക് ഇവർ ഈ കൂട്ട രാജിവെച്ചുകൊണ്ട് അവരുടെ ഭാഗം ക്ലിയർ ആക്കിയെന്ന് അവർക്ക് തോന്നുന്നുണ്ടോ? അത് അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ്. അമ്മ എന്ന സംഘടനയ്ക്ക് വരെ അതൊരു 8ന്റെ പണി കിട്ടിയ പോലെ ആയിപ്പോയി ഇത്. എന്താണ് ഈ ഒരു പോക്ക് ഇനി പോവുകയാണെങ്കിൽ മലയാള സിനിമയ്ക്ക് അത്ര നല്ല പേരൊന്നും കിട്ടിയരാ. ഏതൊക്കെയാണ് ഓൾറെഡി നമ്മുടെ ഈ 2024 ആദ്യത്തെ ഒരു 5-6 മാസം കുറേ നല്ല സിനിമകളും 100-200 കോടി ചിത്രമൊക്കെ വന്ന് ഇങ്ങനെ നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു പീക്ക് ലെവലിൽ നിൽക്കുന്ന സമയത്താണ് ഇത്രയും മോശം വാർത്തകൾ വരുന്നത്. ഇതെല്ലാം നടന്മാരുടെ സിനിമയെ ബാധിക്കും. പ്രത്യേകിച്ച് ജയസൂര്യയുടെ വരാൻ പോകുന്ന കത്തനാർ എന്ന് പറയുന്ന സിനിമ വമ്പം ബഡ്ജറ്റിലൊക്കെയാണ് വരുന്നത്. ആ സിനിമയുടെയൊക്കെ റിലീസ് ചെയ്ത് ബാധിക്കും. കാരണം നമ്മൾ കണ്ടാണ് ദിലീപേട്ടന് ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ദിലീപേട്ടന്റെ ഇപ്പൊ റീസെന്റ് ഇറങ്ങുന്ന സിനിമകൾക്കൊന്നും ആള് തീർത്തുമില്ല. കാരണം ഫാമിലി ഓഡിയൻസ് ആയിരുന്നു ദിലീപേട്ടന്റെ സ്ട്രെങ്ത്. ആ ഫാമിലി ഓഡിയൻസ് പോയി കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ലെന്ന്. യുവാക്കളാന്ന് പറഞ്ഞായിരുന്നു നമ്മുടെയൊക്കെ ആദ്യത്തെ ഒരു തള്ളിക്കയറ്റേ കാണത്തുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പോകുകയല്ല. ഫാമിലി എന്ന് പറയുമ്പോൾ വീണ്ടും റിപ്പീറ്റഡ് ആണ്, നല്ലതാണെങ്കിൽ പോയി വീണ്ടും വീണ്ടും കണ്ടോണ്ടിരിക്കും. അതും നമ്മൾ സിംഗിൾ പോകുന്നവരെ ഒരു ഫാമിലി മൊത്തത്തിൽ പോകുന്നത്. അപ്പൊ ആ ഒരു ഓഡിയൻസിനെ മൊത്തത്തിൽ ഇവർ കളയുന്നത് നല്ലതല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെയാണ് ജയസൂര്യക്ക് ഇതിനെതിരെ ശക്തമായിട്ട് തിരിച്ച് മറുപടി പറഞ്ഞ് ഇപ്പോഴേ വരണം. അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിലെ മെയിൻ നടന്മാരായിട്ടുള്ള മമ്മൂട്ടിയും മോഹൻലാലും അവരെല്ലാം അവരവരുടേതായിട്ടുള്ള വാക്കുകൾ ഒരു തവണയെങ്കിലും വന്ന് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമാക്കി തരേണ്ടതാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെ ഫേക്ക് വന്നുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. എന്താണ് നമുക്ക് കാത്തിരിക്കാം. ഇവരുടെയൊക്കെ ഭാഗത്തുനിന്ന് ഇതിനൊരു ശക്തമായിട്ടുള്ളൊരു മറുപടി ഉടനെ തന്നെ വരുമെന്ന്. ഈ ആരോപണങ്ങൾ എത്രത്തോളം ജെന്യൂനിറ്റി ഉണ്ടെന്ന് അറിയാത്തിടത്തോളം കാലം ആരെയും നമുക്ക് പഴി പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ലീഗലി ഇത് പോകുന്നതും എല്ലാം പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് മലയാള സിനിമ വീണ്ടും ശക്തമായിട്ട് തന്നെ തിരിച്ചു വരുന്നതിന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഈ നടന്മാർക്കെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മാധ്യമങ്ങൾ പറയുന്നത് മാത്രമാണ് സത്യം? നിങ്ങൾ മറ്റേ നമ്മുടെ പൃഥ്വിരാജിന്റെ പടത്തിനകത്ത് പറയുന്നവരെ മാധ്യമങ്ങൾ പറയുന്ന മാത്രമാണ് സത്യമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് പറയണം കേട്ടോ. മാധ്യമങ്ങൾക്ക് പലതവണ ഇവര് വാക്ക് മാറ്റി പറയും, അല്ലെങ്കിൽ ഒരുപാട് തവണ തെറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അതവർക്ക് അയ്യോ ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയിട്ടോ ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഗം ക്ലിയറായി. ഈ പറഞ്ഞു കേട്ടുകൊണ്ടിരിക്കുന്ന ഇവരുടെ പേരിലുള്ള ഈ ഒരു ചീത്തപ്പേര് ഒരാൾക്ക് വീണ് കിട്ടിയാൽ ലൈഫ് ലോങ് അത് കിടക്കും, അതൊരിക്കലും മാറത്തില്ല. ഈ പറയുന്ന വീഡിയോസും ട്രോളും എല്ലാം ഞാൻ ചെയ്യുന്ന കിടക്കും. ഇതിങ്ങനെ നെഗറ്റീവായിട്ട് ഇവർക്കൊരു ഇമ്പാക്റ്റ് ആയിട്ട് കിടക്കും. അതൊക്കെ ഭാവിയിൽ അവർക്ക് തന്നെയാണ് ചീത്തപ്പേരായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം മീഡിയാസൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. അവരവരുടെ ഭാഗത്തുനിന്ന് ക്ലിയർ ആയിട്ട് ജെന്യുവൻ ആയിട്ടുള്ള ഒരു ന്യൂസ് ആണെങ്കിൽ മാത്രം കൊടുക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തൊക്കെയാളും ഇങ്ങനെ ഈ ഒരു ന്യൂസ് എല്ലാം ഇങ്ങനെ കാണുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വന്ന് പറയുന്നുള്ളൂ. നമുക്ക് സിനിമ റിവ്യൂ കാര്യങ്ങൾ ചെയ്ത് അപ്ഡേറ്റുകൾ ചെയ്തു പോകുന്നതാണ് ഇഷ്ടം. പക്ഷേ ഇത് കാണുമ്പോൾ സങ്കടം തോന്നുവാന്നേ. ഈ ലാലേട്ടനും മമ്മൂക്കിക്കെതിരെയും പറഞ്ഞതാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമമായിട്ട് തോന്നുന്നു കിടക്കണേ. വേണേ ആ ട്രോളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ അതിന്റെ ലിങ്ക് ഞാനേ ഷെയർ ചെയ്യുന്നില്ല. കാരണം നമ്മളെന്തിനാ വെറുതെ ഒരു നെഗറ്റീവിനെ പ്രോത്സാഹിപ്പിക്കുന്നത്? നിങ്ങളും കണ്ടു കാണും. കാരണം ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് അതിന് വരുന്നുണ്ട്. കാരണം എല്ലാവർക്കും ആകാംക്ഷയാണ്, ലാലേട്ടനോ മമ്മൂക്കിയോ ആ ഒരു ഞെട്ടലിലാണ് ആൾക്കാർ പോയി കാണുന്നത്. സംഭവം തുറന്നു കഴിഞ്ഞാൽ അതിനകത്തൊരു തേങ്ങയില്ല. എന്തായാലും നിങ്ങൾ ഇങ്ങനത്തെ കുറെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടെന്ന് എനിക്കും തോന്നുന്നു. എന്തൊക്കെയാലും നിങ്ങളുടെ അഭിപ്രായം കൂടെ ജസ്റ്റ് കമന്റിൽ ഒന്ന് പറഞ്ഞു വെക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ വരുന്ന വാർത്തകളൊക്കെ സത്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റിൽ പങ്കുവെക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് ഉടൻ തന്നെ നമ്മൾ അടുത്ത സിനിമ കാണും. അതിന്റെ റിവ്യൂ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം.